ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നേരം പനീർ ഇട്ട് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളിയും 2 മീഡിയം സൈസ് സവാളയും 1 കഷ്ണം ഇഞ്ചി, കുറച്ചല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായതിനു ശേഷം ബട്ടറോ അതല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വഴറ്റിയെടുക്കണം. ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ബ്രൗണിഷ് നിറമാകുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കണം ഒന്ന് വേകും വരെ. അതിനുശേഷം ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇടണം. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ഇടണം. പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. കാരണം ഈ കറിക്ക് ചെറിയൊരു മധുരമുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര ഇടുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ വഴന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വയ്ക്കണം. ആറിയതിന് ശേഷം ഇതിനെ നല്ല രീതിക്ക് പേസ്റ്റാക്കി അടിച്ചെടുക്കും. ഇനി പാൻ ചൂടായതിന് ശേഷം അല്പം ബട്ടർ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ നേരത്തെ കറിക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീറിൻ്റെ ക്യൂബ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ക്രീം ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അവളെ ചെയ്യുകയാണെങ്കിൽ കറി കൊള്ളാം കേട്ടാ. ഇന്ന് വെച്ച പനീർ ബട്ടർ മസാല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണേ. പച്ചയ്ക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം.